നല്ല കിടിലൻ പടമെന്നോ അല്ലെങ്കിൽ നല്ല പടമെന്നും പറഞ്ഞ് ആരെങ്കിലും വരുവാണെങ്കിൽ ഒന്നെങ്കിൽ റിവ്യൂ ചെയ്യുന്നവന്മാർ പറയുവാണെങ്കിൽ ഒന്നെങ്കിൽ അവന്മാർക്ക് കാശ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവന്മാരുടെ സിനിമ സെൻസ് അത്രയ്ക്ക് ബോറായിരിക്കും. ഈ രണ്ട് സംഭവങ്ങൾ എനിക്ക് പറയാനുള്ളത്. സിനിമയുടെ മേക്കിംഗ് ഒക്കെ കൊള്ളാം, പക്ഷേ അതിനകത്തുള്ള ഒരു കോർ എലമെൻ്റ് ഇല്ലേ, അത് പഴയ സിനിമയ്ക്കകത്ത് എടുത്തെടുത്ത് വരുന്ന ഐറ്റംസ് തന്നെ. പിന്നെ ക്യാരക്ടർ ബിൽഡപ്പ്, അവസാനം ക്ലൈമാക്സ് ഒക്കെ എന്തോ പോലെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ സംഭവങ്ങൾ വെച്ചുള്ള രീതിയിലുള്ള കൊളാബറേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവസാനം അമീർ ഖാനൊക്കെ വരുന്നുണ്ട്. അമീർ ഖാനൊക്കെ ഒന്ന് പേടിച്ചിരിക്കുന്നു. എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. പിന്നെ ബാബുരാജ് ഉണ്ട്. ബാബുരാജിക്ക് എന്തിനാണ് ആ സിനിമയിൽ എടുത്തതെന്ന് എനിക്കറിയത്തില്ല. മറ്റേ തമിഴ് മലയാളി കണക്ഷന് വേണ്ടിയിട്ടായിരിക്കും എടുത്തത്. പൂജ ഹെഡ്ഗെ ഒരു ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് എന്തോ ക്യാപ്റ്റൻ്റെ മോൾ അവിടുത്തെ പാർട്ടി നടക്കുന്നു, എൻഗേജ്മെന്റ് നടക്കുന്നു പറഞ്ഞ് അവിടെ ഒരു ഡാൻസ്, അതാണ് പൂജ ഹെഡ്ഗയുടെ റോൾ അതിനകത്ത്. ഐറ്റ ഡാൻസ് കഴിഞ്ഞിട്ട് പൂജ ഹെഡ്ഗെ പോകും. അത്രേ ഉള്ളൂ പൂജ ഹെഡ്ഗയുടെ പരിപാടി. പിന്നെ ടൈം ട്രാവൽ പോയിട്ട് ഈ വാച്ച് എന്തിനാണ് അതിനകത്ത് ഉപയോഗിച്ചതെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. അതാണ് സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമാക്സ് ഫൈറ്റ് സീനകത്ത് ഇത് ചങ്ങ കണക്കാക്കിയിട്ട് ഉള്ളൊരു സംഭവമുണ്ട്, അല്ലാതെ അതിനകത്ത് വേറൊന്നും ഇല്ല വാച്ചിൻ്റെ പരിപാടി. പിന്നെ സൗബിൻ GTA ആണെങ്കിൽ ട്രെയിൻ ഹൈജാക്ക് ചെയ്തുകൊണ്ടൊരു സീനുണ്ട്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് കരയണോ ചിരിക്കണോ എന്താണെന്ന് അറിയത്തില്ല. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസയും ഒരുപാട് സമയവും വെറുതെ കിടപ്പുണ്ടെങ്കിൽ പോയി കാണാം.